ഒരു തടവുകാരൻ വിചിത്രമായൊരു കാര്യം ശ്രദ്ധിച്ചു. മുന്നിലിരുന്ന വൃദ്ധൻ നൂഡിൽസ് കഴിക്കുമ്പോൾ ഒരെണ്ണം രഹസ്യമായി നിലത്തിടുന്നുണ്ടായിരുന്നു. ജാക്ക് താഴേക്ക് നോക്കിയപ്പോൾ ആ വൃദ്ധൻ ഒരു എലിക്ക് ഭക്ഷണം കൊടുക്കുകയാണെന്ന് മനസ്സിലായി. ജീവപര്യന്തം തടവിലായിരുന്ന ആ വൃദ്ധൻ ആ എലിയുടെ സഹായത്തോടെ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ പദ്ധതിയിടുകയായിരുന്നു. ഇത് കണ്ടപ്പോൾ ജാക്കിനൊരു ബുദ്ധി തോന്നി. ജയിൽ ഗാർഡുമാർ ശ്രദ്ധിക്കാതെ പോയപ്പോൾ അയാൾ ഒരു സ്പൂൺ വളച്ചു. എന്നിട്ട് ഗാർഡിനോട്, "ഈ സ്പൂൺ വളഞ്ഞതാണ്, എനിക്ക് ശരിയായി കഴിക്കാൻ കഴിയില്ല" എന്ന് പറഞ്ഞു. അതൊരു ഒഴികഴിവായി ഉപയോഗിച്ച് ജാക്ക് ഒരു സ്പൂണിനു പകരം 2 സ്പൂൺ വാങ്ങി. ഒരു സ്പൂൺ അയാൾ രഹസ്യമായി സൂക്ഷിച്ചു. മുറിയിൽ തിരിച്ചെത്തിയ ശേഷം അയാൾ ഒരു വിളക്ക് കത്തിച്ച് ആ സ്പൂണിനെ ഒരു മൂർച്ചയുള്ള ഉപകരണമാക്കി മാറ്റി. അയാൾ ഒരു തുരങ്കമുണ്ടാക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഒരു ഗാർഡ് അയാളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ജാക്ക് ഇത് ശ്രദ്ധിച്ചില്ല. പക്ഷേ അയാളുടെ സുഹൃത്ത് പെട്ടെന്നൊരു സൂചന നൽകി. ജാക്ക് ഉടൻ തന്നെ മണ്ണ് ഒരു പെട്ടിയിൽ ഒളിപ്പിക്കുകയും ഉപകരണം ഉപേക്ഷിച്ച് കിടക്കയിൽ കിടക്കുകയും ചെയ്തു. ഭാഗ്യത്തിന് ഗാർഡൊന്നും ശ്രദ്ധിച്ചില്ല. അടുത്ത ദിവസം തുരങ്കം കുഴിക്കുന്നതിനിടയിൽ ഭിത്തിക്ക് പിന്നിൽ ഒരു കട്ടിയുള്ള ഇരുമ്പ് മെഷുണ്ടെന്ന് ജാക്ക് മനസ്സിലാക്കി. അത് മുറിച്ചുമാറ്റാൻ ഇതിനേക്കാൾ കടുപ്പമുള്ള എന്തെങ്കിലും ആവശ്യമായിരുന്നു. അതിനാൽ ജാക്ക് ഒരു ലോഹക്കഷണം സ്വന്തം ശരീരത്തിൽ ഒളിപ്പിച്ചു. എന്നാൽ അന്ന് എല്ലാ തടവുകാരെയും പുറത്തിറങ്ങുന്നതിനു മുൻപ് പരിശോധിക്കുന്നുണ്ടായിരുന്നു. ജാക്ക് മെറ്റൽ ഡിറ്റക്ടറിലൂടെ കടന്നുപോയപ്പോൾ അലാറം മുഴങ്ങി. ജാക്ക് നിശബ്ദമായി ഒരു വ്യാജ ലോഹക്കഷണം ഉദ്യോഗസ്ഥർക്ക് കൈമാറി. അവർക്ക് സംശയം തോന്നുകയും ജാക്കിനെ നന്നായി പരിശോധിക്കുകയും ചെയ്തു. പക്ഷേ യഥാർത്ഥ ലോഹക്കഷണം ജാക്കിന്റെ ഷൂവിൽ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ മെഷ് മുറിച്ചുമാറ്റി. വഴിയൊരുങ്ങി. തിന്മ കുഴിക്കുന്നതിൽ വ്യാപൃതനായ ജാക്ക് തന്നെപ്പോലെ തോന്നിക്കുന്ന ഒരു